നമ്മുടെ കാഞ്ഞിരത്തെ തിരുമേനിയോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. നമസ്കാരം, ഞാൻ അജയ് ഉണ്ണി. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് നമ്മുടെ തൊടുപുഴ ശ്രീ മഹാദേവ ക്ഷേത്രം, കാഞ്ഞിരവറ്റം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുമേനി എന്നെ വിളിച്ചൊരു കാര്യം പറഞ്ഞു. ഇവിടെ തിരുമേനിയുടെ അമ്പലത്തിൽ ഇന്നും വരാനുള്ള ഒരാളുണ്ട്, നാരായണൻ എന്നാണ് ആ ചേട്ടൻ്റെ പേര്. ആ ചേട്ടനെ ഒന്ന് കണ്ട് ആ ചേട്ടൻ്റെ കുറച്ച് കഴിവുകളും കാര്യങ്ങളും ഉണ്ട്, പുറം ലോകം അറിയാത്ത. അതൊന്ന് ഒരുപാട് പേർക്ക്, നാട്ടുകാർക്കൊക്കെ ഒരുപാട് ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടിന് ഒരു പരിഹാരം കൂടെ പുള്ളിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നാൽ കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ കാണാനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നാരായണൻ ചേട്ടാ, അപ്പം തിരുമേനി പറഞ്ഞിട്ട് വന്നാൽ നമ്മുടെ കാഞ്ഞിരത്തെ തിരുമേനിയോട് ഞാൻ പല കാര്യങ്ങളും പറഞ്ഞു. ഞാൻ സംസാരിച്ചും തിരുമേനിയോട് ഈ കാര്യങ്ങൾ വടിയിൽ പഠിച്ചതും മറ്റുള്ള കാര്യങ്ങൾ നടന്നതും തിരുമേനുണ്ടായിരുന്നു. ഇതെല്ലാം തിരുമേനിയുടെ അടുത്ത് പണ്ട്. പിന്നെ അത് കൂടാതെ കൊടിഞ്ഞി എന്ന് പറയുന്ന ചെറിയ അത് ഞാൻ ചെയ്തു കൊടുക്കാമെന്ന് ഞാൻ പറയുന്നുണ്ട്. അത് ചെയ്തിട്ടുണ്ട്. അത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആശ്വാസം ഉണ്ടായിട്ടുണ്ടെന്നല്ല, അത് മാറിപ്പോയി. പലരും മാറിപ്പോയിട്ടുണ്ട്. സംശയാസ്പദം ഉണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ബാങ്കിൽ അർബൻ സൊസൈറ്റിയിൽ അവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാരായണനെ പറ്റി അറിയാവോന്ന് ചോദിച്ചാൽ അപ്പോൾ കൊടിഞ്ഞ് വിലക്കിയിട്ട് പലരും അവിടെ ഇരിക്കുന്ന കാർഷികരും മറ്റേ സ്വർണ്ണം വരയ്ക്കുന്നവരൊക്കെ ഇതൊന്നും വേറെ ആരും ഇതൊന്നും നമ്മൾ അറിയാണ്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ആ സ്വർണ്ണം വരയ്ക്കുന്ന ആള് അവിടെ മാന്യരായിട്ടിരിക്കുന്ന ആരുടെ പേര് ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ആ ആളിത്തരമുണ്ട്. പെട്ടെന്ന് പറയാൻ നമുക്ക് കിട്ടിയൊരു ആ മനുഷ്യന് ഞാൻ കൊടിഞ്ഞ് മാറ്റി കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കുന്ന കാർഷികരായിട്ടിരിക്കുന്ന സ്ത്രീകൾ പലർക്കും മാറ്റി കൊടുത്തിട്ടുണ്ട്. അതും ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാവില്ല എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഞാൻ ചെയ്തെടുത്തോളം മാറിയിട്ട് പോരാത്തെ ഈ ചെട്ടിപ്പറമ്പിന്റെ അവിടെ മുകളില് പണം മുകളില് രണ്ട് സ്ത്രീകളിൽപ്പെട്ടു. അവർക്ക് പറഞ്ഞാൽ വേറൊരാൾ പറഞ്ഞു, അവിടുത്തെ ബാങ്കിലെ ആൾ തന്നെ പറഞ്ഞു അറിഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം എന്ന് പറഞ്ഞു. അവരെ പോയി കണ്ടു. അപ്പം എന്നോട് പറഞ്ഞു ഇങ്ങനെയാണ്. അത് പറഞ്ഞു ശരിയെന്ന് വെച്ചാൽ വെള്ളം എടുത്തുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ച് കൈകാര്യം ചെയ്തു. അവർക്ക് കുറഞ്ഞിട്ട് മാറും. കുറയണേ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ ഇന്നൊക്കെ മാറും. കുറച്ച് കാലത്തേക്ക് മാറുമായിരിക്കും. നാളെ കാലത്ത് വരൂല്ല എന്ന് ഞാൻ പറയും. ചിലപ്പോൾ വന്നാൽ വരൂല്ല, വന്നാൽ അത് ഈ കൊടിഞ്ഞ് ചെയ്തോളത്തോളം ഭരിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്ന് വരുവാണെങ്കിൽ ഇന്നങ്ങ് ചെയ്തു വിടും ഞാൻ. ഇപ്പൊ ചിലപ്പോൾ വൈകുന്നേരം മാറും, ഒരു മണിക്കൂർ കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറയാൻ പറ്റും. ഈ ശതമാനം മാറിയിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. ഞാൻ ചെയ്തോളത്തോളം അങ്ങനെയാണ്. ബാക്കി കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് 90 വയസ്സ്. 90 വയസ്സായിട്ട് ഇപ്പോഴും നല്ല ഇപ്പം എന്തൊക്കെയോ കാര്യങ്ങൾ അടിതടയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടു. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണം. അപ്പൊ ഇത് നമ്മൾ കണ്ടു. ഈ 90 വയസ്സിലും നല്ല ചുറുചുറുക്കോടെ അദ്ദേഹത്തിന് പറ്റുന്ന പോലെ ചെയ്തു. നമുക്ക് നമ്മൾ വേറെ ഇത് അവിടെ നിന്ന് പണ്ട് പഠിച്ചതിന്റെ അത് വെച്ച് പണ്ട് പഠിച്ചിട്ടുണ്ട്. അതനുസരിച്ച് ഞാൻ ഇപ്പൊ ചെയ്യുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ പ്രത്യേകം ചെയ്തേക്കണ കൊടിഞ്ഞ് നമ്മൾ മാറ്റി കൊടുക്കും. അപ്പം ഫോൺ നമ്പർ ഒക്കെ ഉണ്ടോ? ഫോൺ നമ്പറുണ്ട്. അപ്പൊ ഇത് നാട്ടിലെ എല്ലാവർക്കും ഇതിപ്പം ഒരുപാട് പേര് നമ്മൾ ഈ കുടിഞ്ഞ് കാരണം ബുദ്ധിമുട്ടുണ്ട്. കുടിഞ്ഞപ്പം ഈ കൊടിഞ്ഞ് പലർക്കും പല ആലുവാര് വരെ കൈകാര്യമുണ്ട്. ഈ കാര്യം ഇവിടെ കാഞ്ഞാറ് വണ്ടി കാഞ്ഞാറ്റി നാളെ ഇവിടെ പറഞ്ഞു അവർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പല നാട്ടിൽ നിന്നും പലരും ഇവിടെ വന്നിട്ടുണ്ട്. ഇത് ആരെയും അറിയിക്കാനോ പിടിക്കാനോ ഇവിടെ വന്നാൽ ചെയ്തു കൊടുക്കും, അല്ലാതെ പറഞ്ഞ പരസ്യമായിട്ട്. അപ്പൊ ഇത് നമുക്കിത് കാര്യം ഇത് തൊടുപുഴയാണ്. തൊടുപുഴ ഉളമറ്റം എന്റെ വീട്ടുപേര് കരിമരുന്നുകൾ. കുഞ്ഞൻ നാരായണൻ. അപ്പന്റെ പേരാ കുഞ്ഞൻ നാരായണൻ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം അഡ്രസ് ഒറിജിനൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇത് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ സ്ഥലം നമ്മുടെ ജിയോ ഗ്യാസ് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ തൊടുപുഴ ഉളമറ്റം റൂട്ടിലെ ജിയോ ഗ്യാസിന്റെ അടുത്ത് വന്ന് ചോദിച്ച് ഏലിയ വർഷാപ്പ് എന്ന് പറഞ്ഞൊരു വർഷാപ്പ് ഉണ്ട്. അതിന്റെ പുറകിലാണ്. ആരോട് ചോദിച്ചാലും നാരായണൻ പറഞ്ഞു തരും. നാരായണൻ നിങ്ങൾ ആവശ്യമുള്ളവരെ ഞാൻ നമ്പർ കൊടുത്തേക്കാം. നിങ്ങളുടെ തലവേദനയൊക്കെ മാറ്റി കൊടുക്കും. അപ്പം ഇതൊന്ന് സഹകരിക്കുക. 90 വയസ്സുകാരൻ ചെയ്തു കൊടുക്കും. അങ്ങനെ പൈസ വല്ലോ കണക്കല്ല, പൈസ അവരോട് തന്നെ കണക്കാ. എന്തെങ്കിലും തന്നാൽ നമ്മളിപ്പോ അവരോട് കോടീഷൻ പറയാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ നമുക്ക് വശമില്ലാത്ത ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ്. കാരണം ആരുമില്ല. ഒറ്റയ്ക്കല്ല, കട്ടിലുകൊണ്ട് അത് മതി. കുഴപ്പമില്ല. അപ്പൊ ഭക്ഷണമൊക്കെ വെച്ച് കഴിച്ചു സുഖമായിട്ട് ഇവിടെ കഴിഞ്ഞു. ഞാൻ അതിപ്പോൾ ഈ കൈ പിടിച്ചാലും കേൾക്കും. ശരി, ഇപ്പൊ കൈ കൂട്ടി പിടിക്കണം. കാരണം എങ്ങനെയാ കൈ ഇവിടെ പിടിച്ചു. അപ്പൊ ഇവിടെ ഞെക്കിയ സാധനം മർമ്മ. ആ മർമ്മത്തിൽ വെച്ചാൽ അതാണ് അതിന്റെ പണി. അപ്പം നമുക്ക് ഞാൻ വേറെ പ്രശ്നം മനസ്സിലായി.
അപ്പോൾ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ ഇത്. അപ്പം ആവശ്യക്കാർക്ക് നമുക്ക് അപ്പോൾ ഈ പറഞ്ഞ പോലെ കൊടിഞ്ഞിയുടെ കേസ് കേട്ട് വേണമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം. അപ്പം നമുക്ക് ഇതൊന്ന് അവസാനിപ്പിക്കാം. ഓക്കെ ഓക്കെ എന്നാൽ അപ്പോൾ എല്ലാവരും നമസ്കാരം പറഞ്ഞേരെ. നമ്മളിപ്പോൾ ഒഴിവാകും. ഓക്കെ ഓക്കെ.